സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതോടെ ഇടഞ്ഞ കെ സുധാകരനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ്. കണ്ണൂരിലേക്ക് മടങ്ങിയ സുധാകരൻ മറ്റന്നാൾ വീണ്ടും ഡൽഹിക്ക്. ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് യാത്ര. സ്ഥാനാർത്ഥിത്വത്തിനായി പരസ്യ നീക്കവുമായി സുധാകര അനുകൂലികൾ. FBയിൽ സുധാകരന്റെ വൈകാരിക കുറിപ്പ്. ജി സുധാകരനോട് അനുനയത്തിൽ CPM. ഒരുമിച്ച് പോകണമെന്ന് സുധാകരനോട് MA ബേബി. പ്രകോപനം പാടില്ലെന്ന് നേതാക്കൾക്ക് നിർദ്ദേശം. ആലപ്പുഴയിൽ സുധാകരന്റെ വീടിന് പോലീസ് കാവൽ. പരസ്യനീക്കം ആരംഭിച്ച കോൺഗ്രസിലെ സീറ്റ് മോഹികൾ. തൃക്കാക്കര സീറ്റിനായി ദീപ്തി മേരി വർഗീസിന്റെ സമ്മർദ്ദം. നേതൃത്വം പരിഗണിക്കുമെന്ന് പ്രതീക്ഷയെന്ന് ദീപ്തി. അടൂരിൽ സ്ഥാനാർത്ഥിത്വം കിട്ടില്ലെന്നുറപ്പായതോടെ മുൻ നഗരസഭാ ചെയർമാൻ രാജിവെച്ചു. റാന്നിയിൽ KC വേണുഗോപാൽ അനുകൂലിക്ക് സീറ്റ് നൽകിയതിൽ തർക്കം. ആലുവയിൽ AM ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കാൻ CPM. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം സംസ്ഥാന നേതൃത്വം പരിശോധിക്കുന്നു. അങ്കമാലി സീറ്റ് ഏറ്റെടുക്കും. സാജു പോൾ മത്സരിക്കും. CPM സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കും. രണ്ട് ദിവസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകുമെന്ന് സൂചന. കേരളത്തിൽ പരമാവധി പോളിംഗ് ഉയർത്തൽ ലക്ഷ്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗമുടനെന്ന് യു രത്തൻ ഖേൽക്കർ. സംസ്ഥാനത്ത് പാചകവാതക ക്ഷാമം രൂക്ഷമാകുന്നു. ഹോട്ടലുകൾ അടയ്ക്കുന്നു. വിറകിന് വൻ ഡിമാൻഡ്. ആവശ്യത്തിന് സിലിണ്ടർ സ്റ്റോക്കുണ്ടെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി. ഇൻഡക്ഷൻ അടുപ്പുകൾ കിട്ടാനില്ല. സ്കൂളുകളിൽ ഉച്ചഭക്ഷണം പാകം ചെയ്യാൻ വിറകടുപ്പുകൾ ഉപയോഗിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. യിൽ നിന്ന് ഗ്യാസ് സിലിണ്ടർ മോഷണം പോയി. പാചകവാതകത്തിന് ബദൽ നിർദ്ദേശവുമായി കേന്ദ്രം. മണ്ണെണ്ണയും കൽക്കരിയും ഉപയോഗിക്കാൻ വാണിജ്യ ഉപഭോക്താക്കൾക്ക് നിർദ്ദേശം. ക്ഷാമമില്ലെന്നാവർത്തിച്ച് കേന്ദ്രം. രാജ്യവ്യാപക പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾ. പാർലമെന്റിലും പ്രതിഷേധം. പശ്ചിമേഷ്യയിൽ ആക്രമണം കടുപ്പിച്ച് ഇറാൻ. വടക്കൻ ഇസ്രയേലി നഗരത്തിലേക്ക് മിസൈൽ ആക്രമണം. നിരവധി പേർക്ക് പരിക്ക്. തുർക്കിയിലെ നാറ്റോ സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം. ഹോർമുസ് കടലിട് കടഞ്ഞു തന്നെ. ക്രൂഡ് ഓയിൽ വില ഉയരുന്നത് അമേരിക്കയ്ക്ക് നേട്ടമെന്ന് ട്രംപ്. തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ ഗുരുതര ആരോപണവുമായി SIT. താന്ത്രിക വൃത്തിക്ക് ചേരാത്ത തെളിവുകൾ തന്ത്രിയുടെ ഫോണിൽ നിന്നും കണ്ടെത്തി. കർണാടകയിലെ പല ക്ഷേത്രങ്ങളിലും പൂജ ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധമുപയോഗിച്ച്. ഇരുവർക്കുമെതിരെ ശബ്ദ സന്ദേശങ്ങൾ തെളിവുണ്ടെന്ന് ഹൈക്കോടതിയിൽ SIT. ആർത്തവ അവധി നിർബന്ധമാക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. അവധി നിർബന്ധമാക്കുന്നത് സ്ത്രീകളുടെ തൊഴിലവസരങ്ങളെ ബാധിക്കും. പൊതുതാൽപര്യ ഹർജി സുപ്രീംകോടതി തള്ളി. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും പുറത്താക്കിയ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ വെള്ളാപ്പള്ളി. നിയമവിദഗ്ധരുമായി കൂടിക്കാഴ്ച ആരംഭിച്ചു. കോടതി വിധി സാങ്കേതിക കാര്യങ്ങൾ പരിഗണിച്ചെന്ന് വാദം.